നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെതർലാൻഡ്സിൽ സീനിയർ സയന്റിസ്റ്റായ യൂറോപ്യൻ പേറ്റന്റ് അറ്റോർണിയായ ഡോക്ടർ ഷാഹിന അബ്ദുള്ളയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഷോക്കിലാണ് തുമാരക്കുടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് പുറത്തുവിട്ടത്. നെതർലാൻഡ്സിൽ സീനിയർ സയന്റിസ്റ്റായ യൂറോപ്യൻ പേറ്റന്റ് അറ്റോർണിയായ ഷാഹിന അബ്ദുള്ളയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഷോക്കിലാണ് തുമാരക്കുടി. കരൾ രോഗബാധയെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു ഡോക്ടർ ഷാഹിന. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡോക്ടറേറ്റ് നേടിയ ഷാഹിന ഫിസിസ്റ്റ്, പേറ്റന്റ് അറ്റോർണി എന്നീ നിലകളിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഭൗതിക സ്വത്തവകാശ മേഖലയിൽ പ്രമുഖ വ്യക്തിത്വമായിരുന്ന ഷാഹിന സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിലൂടെയും നിരവധി ആളുകളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വിപുലമായ സൗഹൃദ വലയത്തിന് ഉടമയായിരുന്നു ഡോക്ടർ ഷാഹിന. വിവിധ മേഖലകളിലെ ലോക മലയാളികൾക്കിടയിൽ വലിയ സ്വാധീനശേഷി പുലർത്തിയിരുന്നു. ഭൗമരാഷ്ട്രീയം, സാംസ്കാരിക പഠനം, ഫുട്ബോൾ തുടങ്ങിയ വിഷയങ്ങളിൽ എഴുതിയിരുന്നു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് കരൂപ്പടഞ്ഞ പള്ളിനട സ്വദേശി ചങ്ങാലക്കൽ പരേതനായ അബ്ദുള്ള മാസ്റ്ററുടെയും നഫീസ ടീച്ചറുടെയും മകളാണ് ഡോക്ടർ ഷാഹിന അബ്ദുള്ള എന്ന ലാലി. ഏതാനും ദിവസങ്ങളായി ആലുവ രാജഗിരി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. സഹോദരി ഷമ്മി, അതായത് സിവിൽ സപ്ലൈസ്, ഭർത്താവ് മുസ്തഫ, 2 കുട്ടികളുമുണ്ട്. നെതർലാൻഡ്സിലാണ്. മൃതദേഹം കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിലുള്ള കരൂപ്പടഞ്ഞ പള്ളിനട സ്റ്റോപ്പിനടുത്തുള്ള വീട്ടിൽ എത്തിച്ചു. കബറടക്കം ഇന്ന് രാത്രി 7 മണിക്ക് വെള്ളാങ്ങല്ലൂർ മഹൽ ഖബർസ്ഥാനിയിലാണ് നടക്കുന്നത്. അനിയത്തിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തോടു കൂടിയാണ് മുരളി തുമാരക്കുടി കുറിപ്പ് ആരംഭിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയുള്ള സൗഹൃദം വളർന്ന് പന്തലിക്കുകയായിരുന്നു. നമ്മിൽ ഇളയവർ ആയവരുടെ വിയോഗം നമുക്ക് പരിചയമില്ലാത്ത വികാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഓർമ്മകളാണ് ആദ്യം, പരിചയപ്പെട്ട സമയം, ചർച്ച ചെയ്ത വിഷയങ്ങൾ, വീക്ഷണങ്ങൾ, പൊതു സൗഹൃദങ്ങൾ, പിന്നെ ദേഷ്യമാണ് തോന്നുന്നത്. ആരോടെന്നറിയില്ല, ബട്ട് വൈ, ഹൗ അൺഫെയർ എന്നൊക്കെയാണ് തോന്നുന്നത്. തോന്നിയിട്ടും ഒരു കാര്യവുമില്ലെന്നറിയാം. തോന്നിയത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏറെ സങ്കടമാണ് ബാക്കി. അകാലത്തിൽ ഇല്ലാതായ ഒരു നല്ല വ്യക്തിയെ പറ്റി, അവർ ബാക്കി വെച്ച സ്വപ്നങ്ങളെ പറ്റി, അവരുടെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ പറ്റി. ഒരു കാര്യത്തിൽ ഷാഹിന ഏറെ സമ്പന്നയായിരുന്നു, സുഹൃത്തുക്കളുടെയും സൗഹൃദങ്ങളുടെയും കാര്യത്തിൽ. സ്വന്തം സഹോദരങ്ങളെ പോലെ ഷാഹിനയെ ചേർത്തുപിടിച്ച ഒരു സൗഹൃദ വലയം സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ ഉണ്ടാക്കിയെടുത്തിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവസാന ദിവസങ്ങളിൽ പകലും രാത്രിയുമില്ലാതെ ഉറ്റ ബന്ധുക്കളെപ്പോലെ അവരൊക്കെ ഷാഹിനയോടൊപ്പം ഉണ്ടായിരുന്നു. ഷാഹിനയ്ക്ക് വേണ്ടി മനുഷ്യസാധ്യമായ എന്തും ചെയ്യാൻ തയ്യാറായി ഞാൻ ഉൾപ്പെടെ അനവധി ആളുകൾ ചുറ്റും ഉണ്ടായിരുന്നു. തുമാരക്കുടി കുറിച്ചു. ഭൗതിക സ്വത്തവകാശം എന്നുള്ള വിഷയത്തിൽ പ്രവർത്തിക്കുന്നവരിൽ അറിയപ്പെടുന്ന വിദഗ്ധയായിരുന്നു. ഈ വിഷയത്തിൽ കേരളത്തിൽ വേണ്ടത്ര അവബോധം ഇല്ല എന്നൊരു അഭിപ്രായം ഷാഹിനയ്ക്ക് ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കണം എന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഈ വിഷയം അവർ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. മുരളി തുമാരക്കുടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. അനിയത്തിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത് എങ്ങനെ? 2 വർഷമായി എന്റെ സുഹൃത്ത് അജിത് മത്തായി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്. അന്ന് ഞാൻ എഴുതിയ കുറിപ്പ് ഇന്ന് ആരോ കുത്തിപ്പൊക്കി വീണ്ടും ടൈം ലൈനിൽ വന്നു. അജിത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അവന്റെ മരണം ഇന്നും എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലും ഞെട്ടിപ്പിക്കുന്ന, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അതിന് തൊട്ടു പിന്നാലെ വരുന്നത്. എന്റെ സുഹൃത്തും സഹോദര തുല്യയുമായ ഷാഹിനയുടെ മരണവാർത്തയാണ് അത്. ഫേസ്ബുക്ക് കൊണ്ടുവന്ന അനവധി സൗഹൃദങ്ങളിൽ ഒന്നാണ് ഷാഹിനയുമായിട്ടുള്ളത്. ചായ് പേ ചർച്ച വിഷയമായി നടത്തിക്കൊണ്ടിരുന്ന കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ ആംസ്റ്റർഡാമിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാർബക്സിൽ വെച്ചാണ് ഷാഹിനയെ ആദ്യമായി നേരിൽ കാണുന്നത്. ഞാനാണ് ചായ് പേ ചർച്ചയ്ക്ക് വിളിച്ചത് എങ്കിലും വന്നവർക്കെല്ലാം കൊടുക്കാൻ പരിപ്പുവടയും ഉണ്ടാക്കിയാണ് ഷാഹിനയും ഭർത്താവും എത്തിയത്. അന്ന് മണിക്കൂറുകൾ സംസാരിച്ചു. കേരളത്തിലെ ഒരു ചെറിയ നഗരത്തിൽ നിന്നും നെതർലാൻഡ്സിലെത്തി പ്രൊഫഷണൽ രംഗത്ത് മിടുക്കിയായി പ്രവർത്തിക്കുന്ന കാലം. അതേസമയത്ത് തന്നെ അടിസ്ഥാനമായ എഞ്ചിനീയറിംഗ് രംഗം വിട്ട് പേറ്റന്റ് അറ്റോർണി ആകാനുള്ള പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലം. അതിനുശേഷം സ്ഥിരമായി സംവദിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും കണ്ട ഷാഹിനയുടെ ജീവിതത്തിൽ, അത് ഔദ്യോഗികമായാലും വ്യക്തി ജീവിതമായാലും ഉണ്ടായ എല്ലാ മാറ്റങ്ങളും അടുത്തറിഞ്ഞു. വളർച്ചയിൽ ഏറെ ഞാൻ സന്തോഷിച്ചു. വെല്ലുവിളികളെ പറ്റി വേവലാതിപ്പെട്ടു. ഒരിക്കൽ ആംസ്റ്റർഡാമിൽ എന്നെ കാണാൻ വരുമ്പോൾ മകനും കൂടെയുണ്ട്. അവന്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ചരിത്രത്തിലുള്ള അഗാധമായ അറിവും എന്നെ അമ്പരപ്പിച്ചു. ഒരിക്കൽ ജനീവയിൽ വരണമെന്നും ഒരുമിച്ച് ചരിത്ര പാതകളിലൂടെ നടക്കാം എന്നും ഒക്കെ പറഞ്ഞാണ് പ്ലാൻ ചെയ്തത്. പിന്നെയാണ് കോവിഡ് വരുന്നത്. നേരിട്ടുള്ള കാഴ്ചകൾ അതോടെ കുറഞ്ഞു. പക്ഷെ കൂടുതൽ അടുത്തറിയാൻ പറ്റി. അനവധി വെബിനാറുകൾ, ക്ലബ് ഹൗസ് സെക്ഷനുകൾ
ഒക്കെ ഷാഹിനയും ഞാനും ഒപ്പമുണ്ടായിരുന്നു. ഭൗതിക സ്വത്തവകാശം എന്നുള്ള വിഷയത്തിൽ പ്രവർത്തിക്കുന്നവരിൽ അറിയപ്പെടുന്ന വിദഗ്ധയായിരുന്നു. ഈ വിഷയത്തിൽ കേരളത്തിൽ വേണ്ടത്ര അവബോധമില്ല എന്നൊരു അഭിപ്രായം ഷാഹിനയ്ക്ക് അന്നേ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കണമെന്നൊരു ആഗ്രഹവും ഷാഹിന പങ്കുവച്ചിരുന്നു. നെതർലാൻഡ്സിലേക്ക് എനിക്ക് പരിചയമുള്ള ആര് തന്നെ യാത്ര ചെയ്താലും അവർക്ക് ലോക്കൽ ഈ കോണ്ടാക്റ്റായി ഞാൻ നൽകാറുള്ളത് ഷാഹിനയുടെ പേരാണ്. വരുന്നവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യവും ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകളെ ഞാൻ റെഫർ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായി ഒരിക്കലും എടുത്തു പറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ മാസം ദുബായിലുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ മകൾ നെതർലാൻഡ്സിലേക്ക് പോകാൻ നേരം ഞാൻ വീണ്ടും ഷാഹിനയുടെ നമ്പർ കൊടുത്തു. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ സന്ദേശത്തിന് ഷാഹിന മറുപടി അയച്ചില്ല. അത് അപൂർവമാണല്ലോ എന്ന് ഞാൻ അപ്പോഴേ കരുതി. പിന്നെ തിരക്കായിരിക്കും, യാത്രയായിരിക്കും എന്നൊക്കെ കരുതി വിട്ടു. കഴിഞ്ഞ ആഴ്ചയാണ് സുഹൃത്ത് KJ ജേക്കബ് എന്നോട് ഷാഹിനയുടെ ആരോഗ്യനില ഏറെ മോശമാണെന്നും കോവിഡാനന്തര ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 2 ദിവസത്തിനകം ഷാഹിനയുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം താറുമാറായി. ബോധം നഷ്ടപ്പെട്ടു. വെന്റിലേറ്ററിലായി. ഇന്നിപ്പോൾ കുറച്ചു സമയം മുൻപ് ഷാഹിന പോയി. അനവധി ആളുകൾക്ക് ചരമക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. നേതാക്കൾ, ബന്ധുക്കൾ, സഹപാഠികൾ. ഇതാദ്യമായിട്ടാണ് ഒരു അനിയത്തിക്ക് വേണ്ടി ഒരു കുറിപ്പ് എഴുതുന്നത്. നമ്മൾ ഇളയവർ ആയവരുടെ വിയോഗം നമുക്ക് പരിചയമില്ലാത്ത വികാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഓർമ്മകളാണ് ആദ്യം പരിചയപ്പെട്ട സമയം, ചർച്ച ചെയ്ത വിഷയങ്ങൾ, വീക്ഷണങ്ങൾ, പൊതു സുഹൃത്തുക്കൾ, പിന്നെ ദേഷ്യമാണ് തോന്നിയത്. ആരുടെന്നറിയില്ല, ബട്ട് വൈ, ഹൗ അൺഫെയർ എന്നൊക്കെയാണ് തോന്നിയിട്ടും ഒരു കാര്യവുമില്ലെന്നറിയാം, തോന്നിയത് എഴുതുന്നു എന്ന് മാത്രമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുമാരക്കുടിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. ഏറ്റവും അടുത്ത ഒരു അനിയത്തി പോകുമ്പോഴുള്ള വികാരം തുമാരക്കുടി വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മലയാളികൾക്ക് അത്ര വേണ്ടത്ര പ്രാധാന്യം ഷാഹിനയ്ക്ക് നൽകിയില്ല എന്ന് പോലും തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഈ കുറിപ്പുകൾ.